ഇതാണ് നമ്മുടെ ഫീമെയിൽ പെൽവസ്. ഫീമെയിൽ പെൽവസ് ഒരു ബേസിൻ ലൈക്ക് സ്ട്രക്ചറാണ്. നമ്മുടെ സ്പൈനൽ കോളത്തിനെ സപ്പോർട്ട് ചെയ്യുകയും അബ്ഡോമിനൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ഫങ്ഷൻസാണ് സ്ത്രീകളിൽ നടക്കാനും ഇരിക്കാനും ഓടാനും നീൽ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ചൈൽഡ് ബെയറിങ്ങിന് വേണ്ടി, കുഞ്ഞുങ്ങളെ ബെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി അഡാപ്റ്റ് ആക്കുന്നതും ബോഡിയുടെ അപ്പർ ട്രങ്കിലുള്ള ബോഡി വെയ്റ്റിനെ ലോവർ ലെഗിലോട്ട്, ലെഗ്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം പെൽവിസിൻ്റെ ബോൺസ് ഏതൊക്കെയെന്ന്. ടോട്ടല് 4 ബോൺസാണ് ഉള്ളത്. 2 ഇനോമിനീഡ് ബോൺസ്, പിന്നെ ഒരു സാക്രവും ഒരു കോക്കിക്സ്. ആ വലിയ പാർട്ട് കണ്ടില്ലേ, അതായിരുന്നു നമ്മുടെ 2 ഇനോമിനേറ്റ് ബോൺസ്. ഇപ്പം കാണിക്കുന്നത് കോക്കിക്സ് ആണേ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ വലിയ ഇനോമിനേറ്റ് ബോൺസ് എന്ന് പറഞ്ഞില്ലേ, ആ ഇനോമിനേറ്റ് ബോൺസ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഇനോമിനേറ്റ് ബോൺസും 3ആയിട്ട്: ഇല്യം, ഇഷ്യം, പ്യൂബസ്. ഇപ്പം കാണിക്കുന്നതാണ് പ്യൂബസ്. ഇല്യം, ഇഷ്യം, പ്യൂബസ്. ഓക്കെ, ദെൻ ഇനി ഇല്യത്തിനെ കുറിച്ച് നോക്കാം. ഇല്യം എന്ന് പറയുന്ന ഒരു ലാർജ് ആയിട്ടുള്ള ഫ്ലെയർഡ് അപ്പ് പാർട്ടാണ്. അതിൻ്റെ കോൺകേവ് ആൻറ്റീരിയർ സർഫസിനെ ഇലിയാക് ഫോസ എന്ന് വിളിക്കും. കോൺകേവ് ആയിട്ടുള്ള പാർട്ടിനെ. ആ മുകളിലുള്ള പാർട്ടാണ്, ഇത് അപ്പർ ബോർഡറാണ് ഇലിയ ക്രസ്റ്റ്. നമ്മൾ ഹിപ്പിൽ ഹാൻഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇലിയ ക്രസ്റ്റിൻ്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇലിയ ക്രസ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ബോണി പ്രൊമിനൻസിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റീരിയർ. ഫ്രണ്ടിൽ കാണുന്നതാണ് ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ എന്നും, തൊട്ട് താഴെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആൻറ്റീരിയർ കാണുന്ന ഇൻഫീരിയർ ഇലിയാക് സ്പൈനും. ബാക്കി കാണുന്നതാണെങ്കിൽ പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനും പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈനും. അടുത്തയാണ് ഇഷ്യം. ഇഷ്യം അസറ്റാബുലത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഫോം ആവുന്നുണ്ട്. ഇതിൻ്റെ തിക്കസ്റ്റ് ആയിട്ടുള്ള ലോവർ പാർട്ടിനെ ഇഷ്യൽ ട്യൂബറോസിറ്റി എന്നും ആൻഡ് സ്ലൈറ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻസിനെ നമ്മൾ ഇഷ്യൽ സ്പൈൻ എന്നുമാണ് വിളിക്കുന്നത്. ഇതിന് പ്രത്യേകതകളുണ്ട്. കാരണം വെജൈനൽ വോൾട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്, പുഡൻഡൽ നെർവ് ബ്ലോക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഈ ലെവലിലാണ്, ലെവേറ്റർ ആനി മസിൽസ് ലൊക്കേറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. അടുത്തയാണ് നമ്മുടെ പ്യൂബസ്, സിംഫൈസിസ് പ്യൂബസ്. ഇതാണ് ഒരു സ്മോൾ ബോണാണ്. 2 പ്രൊജക്ഷൻസ്, സുപ്പീരിയർ റാമസും ഇൻഫീരിയർ റാമസും കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. ഈ 2 ബോൺസ് മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഫൈസിസ് പ്യൂബസ് എന്ന് വിളിക്കുന്നത്. നമുക്കിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഗൈനക്കോയിഡൽ പെൽവിസ്, നോർമൽ പെൽവിസിൻ്റെ ഷേപ്പ് ഗൈനക്കോയിഡൽ, അവിടെ സബ് പ്യൂബിക് ആർച്ച് 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പം ആ ഒരു ഹോളോ പോലെ കാണുന്നില്ലേ, അതാണ് ഒബ്റ്റുറേറ്റർ ഫൊറാമൻ. ആൻഡ് അതിന് മുകളിലായിട്ട് കാണുന്ന പേരാണ് അസറ്റാബുല. ഓക്കെ, പേരുകളൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഒബ്റ്റുറേറ്റർ ഫൊറാമനും അതേപോലെ തന്നെ അസറ്റാബുലവുമാണ് 2 ടേംസ്. 2 ഇനോമിനേറ്റ് ബോൺസ് കഴിഞ്ഞ് പറഞ്ഞ പാർട്ടാണ് സാക്രോം, ഏറ്റവും താഴെ കോക്കിക്സ്. ജസ്റ്റ് സാക്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെഡ്ജ് ഷേപ്ഡ് ബോണാണ്. ഏറ്റവും മുകളിൽ കാണുന്ന പ്രോമിനൻറ്റ് അപ്പർ ബോർഡറിനെ സാക്രൽ പ്രൊമോൺട്രി എന്ന് വിളിക്കും. സ്മൂത്ത് ആയിട്ടുള്ള കോൺകേവ് ആൻറ്റീരിയർ സർഫസിന് ഹോളോ ഓഫ് ദ സാക്രം എന്നും, ഇതിൻ്റെ ബാക്കിലായിട്ട് കോൺവെക്സ് പോസ്റ്റീരിയർ സർഫസ് ബാക്കിയുള്ള മസിൽസുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കാണിക്കുന്ന പോർഷനാണ് കോക്കിക്സ്. ഇതിനെ വെസ്റ്റീജിയൽ ടെയിൽ എന്ന് വിളിക്കും. സ്മോൾ ട്രയാങ്കുലർ ഷേപ്ഡ് ബോണാണ്. 4 ഫ്യൂസ്ഡ് വേർട്ടിബ്രാസ് ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത് നമുക്ക് പെൽവിസിൻ്റെ ജോയിൻസ് ഏതൊക്കെയെന്ന് നോക്കാം. 3 ജോയിൻസ് ആണുള്ളത്. ഒന്ന് സാക്രവും ഇലിയാക്കും കൂടി ചേർന്നിട്ട് സാക്രോ ഇലിയാക് ജോയിൻറ്റ്, സാക്രവും താഴെയുള്ള കോക്കിക്സുമായിട്ട് ചേർന്നിട്ട് സാക്രോ കോക്കീജിയൽ ജോയിൻറ്റും, ആൻഡ് മൂന്നാമത്തത് മറ്റേ ലാസ്റ്റ് ഞാൻ കാണിച്ചില്ലേ സിംഫൈസിസ് എന്ന് പറഞ്ഞ്, സിംഫൈസിസ് പ്യൂബസ്. മീൻസ് 2 പ്യൂബിക് ബോൺസ് ചേർന്നിട്ട് അതുണ്ടാകുന്നത്. ഇനി അത് നോക്ക്, അതാണ് സിംഫൈസിസ് പ്യൂബസ്. ഇനി എലമെന്റ്സ് ഓഫ് പെൽവിക് ബോൺ ആണ്. സാക്രോം കോക്കിക്സും കൂടി ചേരുമ്പോൾ സാക്രോ കോക്കീജിയൽ ലിഗമെന്റ്, സാക്രോം ഇലിയാക്കും ചേരുമ്പോൾ സാക്രോ ഇലിയാക് ലിഗമെന്റ്, സാക്രോം സ്പൈനാണ് ചേരുന്നതെങ്കിൽ, ഇഷ്യൽ സ്പൈനാണെങ്കിൽ സാക്രോ സ്പൈനസ് ലിഗമെന്റ്. ഇനി സാക്രവും ട്യൂബറോസിറ്റി ആണെങ്കിൽ, ഇഷ്യൽ ട്യൂബറോസിറ്റിയോ ആയിട്ടാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ സാക്രോ ട്യൂബറസ് ലിഗമെന്റും പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് പറയുന്നതാണ് പ്യൂബിക് ലിഗമെന്റ്. സുപ്പീരിയർ പ്യൂബിക് ലിഗമെന്റ് നമ്മുടെ പ്യൂബിക് ബോണിൻ്റെ ടോപ്പ് പോർഷനുമായിട്ട് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ലാൻഡ് മാർക്സ് ഓഫ് ദ പെൽവിസ്.
ഏറ്റവും മുകളിലത്തെ സാക്രത്തിൻ്റെ മുകളിലത്തെ പാർട്ടാണ് സാക്രൽ പ്രൊമോൺട്രി. സൈഡിൽ കാണുന്ന പാർട്ടാണ് അല ഓർ വിങ് ഓഫ് ദ സാക്രം. ഇനി മൂന്നാമത്തത് സാക്രോ ഇലിയാക് ജോയിൻ്റ്. പിന്നെ ഉള്ള ഇലിയോ പെക്ടീനൽ ലൈനും ഇലിയോ പെക്ടീനൽ എമിനൻസ്, സുപ്പീരിയർ റാമസ് ഓഫ് ദ പ്യൂബിക് ബോണ്, ദെൻ അപ്പർ ഇന്നർ ബോർഡർ ഓഫ് ദ, രണ്ടെണ്ണം പറയണം, പ്യൂബിക് ബോണും പറയണം, അപ്പർ ഇന്നർ ബോർഡർ ഓഫ് ദ സിംഫൈസിസ് പ്യൂബിസും പറയണം. ഓക്കെ, ക്ലിയർ അല്ലേ? ലാൻഡ് മാർക്സ് എന്ന് പറയുന്നത് പെൽവിക് ബ്രിമ്മിൽ കാണുന്ന ചില പോയിന്റ്സ് ആണ്. ആൻഡ് സാക്രം ഈസ് ദ ബാക്ക് ഓഫ് ദ ബ്രിമ്മ്. ഇവിടെ നോക്കാം, സാക്രൽ പ്രൊമോൺട്രി, പിന്നെ അല ഓർ വിങ് ഓഫ് ദ സാക്രം, സാക്രോ ഇലിയാക് ജോയിന്റ്, ഇലിയോപെക്ടീനിയൽ ലൈൻ, ഇലിയോപെക്ടീനിയൽ എമിനൻസ്, superior ramus of the pubic bone, then upper inner border of the pubic bone and upper inner border of the symphysis pubis. ഇനി ഡയമീറ്റർ പഠിക്കണം. മെയിൻലി 3 ഡയമീറ്ററാണ് നോക്കാനുള്ളത്. ഒന്ന് ബ്രിമ്മിൻ്റെതും ക്യാവിറ്റിയുടേതും ഔട്ട്ലെറ്റിൻ്റെത്. അതിനകത്ത് ആൻറ്റീരിയർ പോസ്റ്റീരിയർ, ഒബ്ലിക്ക്, ലാറ്ററൽ. ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ ഇതിൻ്റെ ബ്രിമ്മിൻ്റെ നോക്കാം. സാക്രൽ പ്രൊമോൺട്രി മുതൽ അപ്പർ ഇന്നർ ബോർഡർ ഓഫ് ദ സിംഫൈസിസ് പ്യൂബിസ് വരുന്നതാണ് ഇത്. ഓക്കെ, ദെൻ ഒബ്ലിക് ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു സാക്രോ ഇലിയാക് ജോയിന്റ് മുതൽ ഇലിയോപെക്ടീനിയൽ എമിനൻസ് വരെ സ്പേസ് വരുന്നുണ്ട്. ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിനകത്ത് 2 പെൽവിക് ബ്രിമ്പ് തമ്മിലുള്ള ഏറ്റവും ഫേർദസ്റ്റ് പോയിന്റ് ഏകദേശം ഒരു 13 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ആൻഡ് സോ 3 പറഞ്ഞു, ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ, ഒബ്ലിക്ക്, ട്രാൻസ്വേഴ്സ് ഓഫ് ദ ബ്രിമ്മ്. ഇനി അടുത്തത് ക്യാവിറ്റിയാണ്. ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ സാക്രോ കോക്കീജിയൽ ജോയിന്റ് മുതൽ ലോവർ ബോർഡർ ഓഫ് ദ സിംഫൈസിസ് പ്യൂബിസ് വരെ ഏകദേശം ഒരു 13 സെൻറ്റിമീറ്റർ. ഒബ്ലിക് ഡയമീറ്റർ വരുമ്പോൾ ഒബ്ലിക്കിലിയാണ് പാസ് ചെയ്യുന്നത് ഫ്രം ദ സാക്രോസ്പൈനസ് ലിഗമെന്റ് ടു ദ ഒബ്റ്റുറേറ്റർ ഫൊറാമൻ. ഇത് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഒരു 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദെൻ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ 2 ഇഷ്യൽ സ്പൈനും പിന്നെ ആൻഡ് ദ ഔട്ട്ലെറ്റ് മെഷേഴ്സ് 11 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ പെൽവസിൻ്റെ ഏറ്റവും നാരോവസ്റ്റ് ആയിട്ടുള്ള ഡയമീറ്റർ. ഔട്ട്ലെറ്റിൻ്റെ ഡയമീറ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ബ്രിമ്മ് ക്യാവിറ്റിയാണ്. ആൻഡ് അടുത്തത് ഔട്ട്ലെറ്റാണ്. ഔട്ട്ലെറ്റ് ഒരു ഡയമണ്ട് ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഏറ്റവും ലോവർ മാർജിൻ ഓഫ് ദ സിംഫൈസിസ് പ്യൂബസ്. ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ ആണെങ്കിൽ പ്യൂബിക് ആർച്ചിൻ്റെ അപ്പെക്സ് മുതൽ കോക്കിക്സിൻ്റെ ടിപ്പ് വരെ. ഇനി ഒബ്ലിക് ഡയമീറ്റർ ആണെങ്കിൽ ഇതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റ് ഇല്ല, എങ്കിലും ഒരു 12 സെൻറ്റിമീറ്റർ നമുക്ക് പറയാം ബിറ്റ്വീൻ ദ ഒബ്റ്റുറേറ്റർ ഫൊറാമൻ ആൻഡ് സാക്രോസ്പൈനസ് ലിഗമെന്റ്. ലാസ്റ്റ് വരുന്നതാണ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. 2 ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഉണ്ട്. ബൈസ്പൈനസ് 10 സെൻറ്റിമീറ്റർ അറ്റ് അപ്പർ ബോർഡർ ഓഫ് ദ ഔട്ട്ലെറ്റും ഇൻ്റർ ട്യൂബർഷ്യലാണ്. ട്യൂബ് നമ്മൾ ഇഷ്യം പഠിച്ചില്ലേ, ഇഷ്യൽ, അതാണ് 11 സെൻറ്റിമീറ്റർ ദ ലോവർ ബോർഡർ ഓഫ് ദ ഔട്ട്ലെറ്റ്. അതിന് 2 സെൻറ്റിമീറ്റർ പറയണം. ഏതൊക്കെ? അപ്പറും പറയണം, ലോവറും പറയണം. അപ്പോൾ ടോട്ടൽ ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് നോക്കണം കേട്ടോ. ഇതാണ് ഡെഫിനിഷൻ, പെൽവിസിൻ്റെ ഫങ്ഷൻ, ഏതൊക്കെ ബോൺസ് ഉണ്ട്, ഇനോമിനേറ്റ് ബോൺസ് ഏതൊക്കെയാണ്, ഇല്യം, ഇഷ്യം, പെബിസ്, ഇല്യത്തിനകത്തുള്ള ഇല്യൽ ഫോസ, ഇല്യൽ ക്രസ്റ്റ്, ദെൻ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ, ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ ഒക്കെ, ദെൻ ഇഷ്യം വരുമ്പോൾ ഇഷ്യൽ ട്യൂബറോസിറ്റി, ഇഷ്യൽ സ്പൈനസ്, പിന്നെ അടുത്തത് പ്യൂബിസ് പറഞ്ഞു, ഇൻഫീരിയർ റാമസ്, സുപ്പീരിയർ റാമസ്, ദെൻ സാക്രം, അതിൻ്റെ പാർട്ട് കോക്കിക്സ്, ദെൻ ലിഗമെന്റ്സ് ഓഫ് ദ പെൽവസ് ആൻഡ് ഡയമീറ്റേഴ്സ് ഓഫ് ദ പെൽവസ് ഏതൊക്കെ, ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ, ദെൻ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ, കുറേ കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും പഠിക്കുക. ഒരിക്കൽ കേട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 തവണയെങ്കിലും കേട്ട് പഠിക്കുക, സ്വന്തമായിട്ട് വായിച്ച് പഠിക്കുക. അറ്റ് ദ എൻഡ് യു ക്യാൻ ഡു ഇറ്റ്. ഓൾ ദ ബെസ്റ്റ്.